ഗൂഢാലോചനയ്ക്കുള്ള ശബ്ദരേഖയും അതുമായിട്ട് ബന്ധപ്പെട്ട ഫോൺ റെക്കോർഡ്സുകളെല്ലാം പോലീസ് ഇപ്പം കണ്ടെടുത്തിട്ടുണ്ട്. ആ കൊല്ല സംഭാഷണങ്ങളെല്ലാം ഏകദേശം 285 GB ഉണ്ട്. 4 ഫോണിലാണ് അത് കിടക്കുന്നത്. അടുത്ത കേസ് ഇതാ വന്നിരിക്കുന്നു. അതിനകത്ത് ഊരിക്കൊണ്ട് പോകാൻ അത്ര എളുപ്പമല്ല. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. എല്ലാവർക്കും സന്തോഷിക്കാനുള്ള സന്തോഷകരമായ വാർത്തകൾ പുറത്തു വരുന്നു. നമ്മുടെ ദിലീപ് പേട്ടൻ മുഖ്യാറും പെടും. ഇതാണ് കാവ്യനീതി. നിന്റെ ഭാര്യ കാവ്യല്ല, ഇത് മറ്റേ കാവ്യനീതി എന്ന് പറയുന്ന സാധനം വന്നു കഴിഞ്ഞു. ദിലീപ് ഉള്ളേലാവാൻ പോകുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടായി. ഇവനെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട്, ഇവനെ വെള്ളപൂശാൻ വേണ്ടിയിട്ട്, ഇവനെ അലക്കി വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് കുറെ തൊഴിലാളികൾ ഇറങ്ങിയിട്ടുണ്ട്. ഈ പറയുന്ന രാഹുൽ ഈശ്വർ, നമ്മുടെ അഖിൽ മാരാർ, അങ്ങനെ കുറെ മാരാരന്മാർ ഇറങ്ങിയിട്ടുണ്ട്. അവർക്കെല്ലാം നല്ല അണ്ണാക്കി കിട്ടുന്ന ഒരു പണി, അവരെല്ലാം അണ്ണാക്കി കൊടുത്ത ഒരു മുട്ടൻ പണി ദിലീപിന് കിട്ടിയിട്ടുണ്ട്. മറ്റൊന്നുമല്ല, അന്വേഷണ ഉദ്യോഗസ്ഥനെ കൈവെട്ടും, അന്വേഷണ ഉദ്യോഗസ്ഥനെ കൊല്ലുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. അതിന് തെളിവില്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ ഇപ്പൊ നല്ല ഡിജിറ്റൽ തെളിവുകൾ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു കേസിൽ ഈ പറയുന്ന ദിലീപ് ഉള്ളയിലാകും എന്നുള്ളത് ഏതാണ്ട് 100% ഉറപ്പാണ്. കാരണം തെളിവുണ്ട്. അതുമല്ല, ഈ പറയുന്ന നമ്മുടെ നടിയുടെ, അതായത് അതിജീവിതയുടെ ആ 3 ഫോൺ ഉണ്ടല്ലോ, 3 ഫോൺ എല്ലാം ഡിലീറ്റ് ചെയ്തിട്ടാണല്ലോ കൊടുത്തത്. അത് റിക്കവറി ചെയ്ത് ആ 3 ഫോണിൽ നിന്ന് ഏതാണ്ട് 257 GB വോയിസുകൾ ഇവർ റിക്കവറി ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ടും ഈ പറയുന്ന നടിയുമായി ബന്ധപ്പെട്ടുമുള്ള റെക്കോർഡുകൾ അതിൽ കാണുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അയ്യോ കുഞ്ഞു വാവ, ആര്? നമ്മുടെ ദിലീപ് കുഞ്ഞു വാവ. ഈ പറയുന്ന ഗൂഢാലോചന എന്തെന്ന് പോലും അറിഞ്ഞുകൂടാ. പാവത്തിനെ എല്ലാരും കൂടി അവനെതിരെ ഗൂഢാലോചന ചെയ്ത് എന്നാണല്ലോ ഇവിടെ വെളുപ്പിക്കാൻ നടക്കുന്നവർ പറയുന്നത്. സത്യം പറഞ്ഞാൽ അതിന്റെ വോയിസ് നമുക്കിവിടെ കേൾക്കാം. എന്താണ് കേസ് എന്നുള്ളതൊക്കെ അറിയാം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം എന്നുള്ളത് ഉണ്ട് എന്ന് എനിക്ക് ഇപ്പൊ മനസ്സിലാകുന്നുണ്ട്. ഇപ്പൊ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. കാരണം ഇത്രയും കൃത്യം ചെയ്തിട്ട് ഒരു പെൺകുട്ടിയെ ഇത്രയും മൃഗീയമായി റേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊട്ടേഷൻ കൊടുത്തിട്ട് എല്ലാ ലവന്മാരുടെ തലയിട്ടുകൊണ്ട് നീ വിലസി നടക്കുകയല്ലേ. നിനക്കിത് കിട്ടാൻ പോകുന്നത് 8ന്റെ പണിയാണല്ലയാ, 8ന്റെ പണിയാണ്. നിനക്ക് വേണ്ടി ജയ് വിളിച്ച നിന്റെ മൂട് താങ്ങി നടന്ന കുറെ നാറികളുണ്ടല്ലോ, അവന്മാർക്കൊക്കെ കൊടുത്ത, അവന്മാർക്ക് കിട്ടിയ ഇരുട്ടടിയാണിത്. എന്തായാലും നമുക്ക് ആ ഒരു സാധനം ഒന്ന് കേട്ടു നോക്കാം. ഓക്കെ. ദിലീപിനെതിരായിട്ട് രണ്ടാമത്തെ കേസാണ് കുറ്റച്ചാർജ് കൊടുക്കാൻ പോകുന്നത്. ആദ്യത്തെ കേസിന്റെ കാര്യങ്ങൾ നമുക്കൊക്കെ അറിയാം. രണ്ടാമത്തെ കേസിനകത്ത് ആ കേസിന്റെ സൂപ്പർവൈസറി ഓഫീസറായിരുന്ന കേസിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥൻ ആയ കെ സുദർശൻ എന്ന തിരുവനന്തപുരം റൂറൽ SP, അദ്ദേഹത്തിന് ഇപ്പോൾ IPS ഒക്കെ ലഭിച്ച അദ്ദേഹം തിരുവനന്തപുരം റൂറൽ SP ആണ്. അദ്ദേഹത്തിന്റെ ഇടത് കൈവെട്ടും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കൈവെട്ടും എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു അറ്റംപ്റ്റ് ഉണ്ടായി. അതിനാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. കേസ് മനസ്സിലായല്ലോ. അന്നത്തെ റൂറൽ SP ആയിരുന്ന സുദർശനൻ, ഇപ്പൊ പുള്ളി IPS സ്വന്തമായിട്ട് പറയണു. ഓക്കെ, അയാളുടെ കൈവെട്ടും അത് നമ്മൾ അന്ന് കേട്ടായിരുന്നു. പക്ഷെ അതിന് തെളിവില്ലായിരുന്നു. ആ കേസാണ് ഇപ്പോൾ വീണ്ടും ചാർജ് ചെയ്തിരിക്കുന്നത് വിത്ത് പ്രൂഫ്. ബാക്കി കേൾക്കാം. കേസിനോട് അനുബന്ധിച്ച് പോലീസ് ഒരു കുറ്റച്ചാർജ് ഇപ്പം കൊടുക്കുകയാണ്. ആ കേസിനകത്ത് 1-ാം പ്രതി ദിലീപ് തന്നെയാണ്. 2-ാം പ്രതി ദിലീപിന്റെ സഹോദരൻ അനൂപാണ്. ദിലീപിന്റെ സഹോദരിയുടെ ഭർത്താവ് സൂരജ് 3-ാം പ്രതിയാണ്. ദിലീപിന്റെ മാനേജർ കൃഷ്ണപ്രസാദ്, സുഹൃത്ത് ബൈജു ചെങ്ങമനാട് എന്നയാള്, ശരത് ജി നായരും IT വിദഗ്ധൻ സായി ശങ്കർ, അങ്ങനെ 7 പേർക്കെതിരായിട്ടാണ് കുറ്റപത്രം വരുന്നത്. 7-ാം പ്രതി IT വിദഗ്ധൻ സായി ശങ്കർ മാപ്പുസാക്ഷിയാണ് ഇതിൻ്റെ അകത്ത്. തിരുവനന്തപുരം റൂറൽ SP സുദർശനായിരുന്നു ഈ കേസിന്റെ തുടക്കത്തിലെ ആ കേസിന്റെ സൂപ്പർവൈസറി ഓഫീസർ. അപ്പോൾ 7 പേർക്കെതിരായിട്ടാണ് കേസ് ചാർജ് ചെയ്യാൻ പോകുന്നത്. 7 പേർക്ക്. 1-ാം പ്രതി മറ്റാരുമല്ല, നിങ്ങളുടെ കുഞ്ഞു വാവയായ നമ്മുടെ ദിലീപ്. ഒന്നും അറിഞ്ഞിട്ട് ദിലീപിനെതിരെയാണ് പിന്നീട് 1-ാം പ്രതി. എന്തെന്നറിയാമോ? പോലീസ് ഉദ്യോഗസ്ഥനെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി കൊല്ലാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? പിന്നെ കൊട്ടേഷൻ കൊടുത്തുമല്ല, അതിന് അവരൊരു അറ്റംപ്റ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. അങ്ങനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഒരു അറ്റംപ്റ്റ് ചെയ്തു. അതിനുള്ള തെളിവുകളാണ് ഇപ്പോ കിട്ടിയിരിക്കുന്നത്. കേട്ടോ. ബാലേന്ദ്രകുമാറിനെ മൊഴി അതിനകത്ത്. അദ്ദേഹം 2024 മരണപ്പെട്ടു. അദ്ദേഹത്തിന്റെ മൊഴി തീർച്ചയായിട്ടും അതേപടി കോടതി സ്വീകരിക്കും. ഈ കൊല്ലാൻ ശ്രമിച്ചതിനുള്ള ഗൂഢാലോചനയ്ക്കുള്ള ശബ്ദരേഖയും അതുമായിട്ട് ബന്ധപ്പെട്ട ഫോൺ റെക്കോർഡ്സുകളെല്ലാം
പോലീസ് ഇപ്പം കണ്ടെടുത്തിട്ടുണ്ട്. എങ്ങനെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചതിന്റെ ഫോൺ റെക്കോർഡ്, അതിന്റെ ഗൂഢാലോചന നടത്തിയതിന്റെ കോൾ റെക്കോർഡ് പോലീസ് റിക്കവറി ചെയ്തെടുത്തു. പാവം, ഗൂഢാലോചന എന്തെന്ന് പോലും പറഞ്ഞുകൂടാത്ത കുഞ്ഞു മാവയാണ് പോലീസ് ഉദ്യോഗസ്ഥനെ കൊല്ലാൻ വേണ്ടിയിട്ട് കൊട്ടേഷൻ കൊടുത്തത്. മനസ്സിലാക്കിക്കോ. ആ കൊല്ലാൻ ശ്രമത്തിനും ആ 8 പ്രതികൾ തമ്മിലുള്ള ആശയവിനിമയങ്ങളും അതുപോലെ അവരുടെ സംഭാഷണങ്ങളും പല സന്ദർഭത്തിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട സംഭാഷണങ്ങളെല്ലാം ഏകദേശം 285 GB ഉണ്ട്. 4 ഫോണിലാണ് അത് കിടക്കുന്നത്. 285 GB 4 ഫോണുകളിലാണ് കിടക്കുന്നത്. അതാണ് റിക്കവർ ചെയ്തത്. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് 285 GB ഉണ്ട് 4, അതായത് അന്ന് ഫോൺ തിരിച്ചു കൊടുക്കണമെന്ന് കോടതി ഉത്തരവിട്ടപ്പോൾ എനിക്ക് കൊടുക്കാൻ പറ്റൂല എന്ന് പറഞ്ഞാണ്. ഹൈക്കോടതി പറഞ്ഞു അവിടെ മോനെ എത്തി കൊടുറേ എന്ന് പറഞ്ഞപ്പോൾ ഇവൻ എവിടെ കൊണ്ട് ഇവൻ്റെ അകത്ത് കിടന്ന ഇതിൻ്റെ അകത്ത് കിടന്ന ഡാറ്റകളെല്ലാം ഇറേസ് ചെയ്ത് കളഞ്ഞിട്ട് കൊടുത്തു. അതവര് റിക്കവറി ചെയ്തു എന്നാണ് പറയുന്നത്. അങ്ങനെ റിക്കവറി ചെയ്തിട്ടുണ്ട് എങ്കിൽ എൻ്റെ സംശയം നടിയെ ആക്രമിച്ച കേസിൽ നിർണായകമായ വോയിസുകൾ അതിനകത്ത് റിക്കവറി ആയിരിക്കില്ലേ, ഉണ്ടാവില്ലേ എന്നുള്ളതാണ് എൻ്റെ സംശയം. ഓക്കെ, വിവോയും സാംസങ്ങും ഐഫോണും ആ 4 ഫോണും അതിലാണ് കിടക്കുന്നത് 285 GB. സുദർശനെ കൊല്ലാൻ ശ്രമിക്കുന്നതും അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ തട്ടാൻ ശ്രമിക്കുന്നതും ആയിട്ടൊരു ഗൂഢാലോചനയും അതിനോടനുബന്ധിച്ചുള്ള മറ്റ് സംഭാഷണങ്ങളും ഇതെല്ലാമാണ് ആ 285 GB കിടക്കുന്നത്. 4 ഫോൺ, ആ 4 ഫോണുകളിലായിട്ട് 285 GB അതിനകത്ത് കിടക്കുന്നത് എന്താണ്? ഈ പറയുന്ന സുദർശനെ കൊല്ലാൻ വേണ്ടിയിട്ട് കൊട്ടേഷൻ കൊടുക്കുന്ന വോയിസുകളാണ്. മനസ്സിലായോ? ആ വോയിസുകളാണ് ഇവരിപ്പോൾ റിക്കവർ ചെയ്തത്. കോടതിയിലെ പോലീസ് ഉദ്യോഗസ്ഥനെ ഹാജരാക്കണമെന്ന് പറഞ്ഞപ്പം അത് ഹാജരാക്കിയില്ല. അന്വേഷണാർത്ഥം അത് കൈമാറ്റം ചെയ്തില്ല. അതിനകത്ത് 3 മൊബൈൽ ഫോണ് അവർ അതിൻ്റെ കണ്ടൻസ് ബോംബെയിൽ അടിയന്തരമായി കൊണ്ടുപോയി. ഒരു പ്രതിഭാഗം അഡ്വക്കേറ്റും കൂടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അത് ബോംബെ കൊണ്ടുപോയി അത് കംപ്ലീറ്റ് 285 GB ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അത് പക്ഷേ പോലീസ് അത് റിക്കവർ ചെയ്തിട്ടുണ്ട്. അതായത് അന്ന് എന്ത് ചെയ്തു, ഇവര് ബോംബെ കൊണ്ടുപോയി ഇതിന്റെ 285 ഈ പറയുന്ന കോൾ റെക്കോർഡ് ഡിലീറ്റ് ചെയ്തു. ഇതിനെ പോലീസ് ഇപ്പൊ എന്ത് ചെയ്തു, റിക്കവർ ചെയ്തെടുത്തിട്ടുണ്ട്. പെട്ട അളിയാൻ പെട്ട്. അതിൻ്റെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാലും അതിൻ്റെ മദർ ബോർഡിനകത്ത് പൂനെയിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഡിലീറ്റ് ചെയ്തതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അവിടെ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് പോലീസ് ഇപ്പോൾ റിക്കവർ ചെയ്തിട്ടുണ്ട്. അത് വളരെ കർശനമായ ഒരു എവിഡൻസ് ആണ്, അല്ലെങ്കിൽ കൃത്യമായ ഒരു എവിഡൻസ് ആണ്. അതുകൊണ്ട് ദിലീപിനെ സംബന്ധിച്ചിടത്തോളം, ആ ഗാങ്ങിനെ സംബന്ധിച്ചിടത്തോളം അടുത്ത കേസ് ഇതാ വന്നിരിക്കുന്നു. അതിനകത്ത് ഊരിക്കൊണ്ട് പോകാൻ അത്ര എളുപ്പമല്ല. കാരണം അതിനകത്ത് ആ ഡിജിറ്റൽ എവിഡൻസ് തന്നെ അതിൻ്റെ മുഴുവൻ സ്റ്റോറി പറയും. മനസ്സിലായോ? ഊരിക്കൊണ്ട് പോകാൻ അത്ര എളുപ്പമല്ല. ഡിജിറ്റൽ എവിഡൻസ് തന്നെ അതിന്റെ ഉത്തരം പറയും. കാരണം ഡിജിറ്റൽ എവിഡൻസ് ഉണ്ട് എന്നാ പറയുന്നത്. മനസ്സിലായ? ജോർജ് ജോസഫിന്റെ വോയിസ് ആണ്. പുള്ളിയുടെ പ്രൈം ഇതിന്റെ പുള്ളിയുടെ പേരുന്ന് പ്രൈം, അങ്ങനെ എന്തോ പ്രൈം ഫിറ്റ്നസ്, ആ ഒരു ചാനലിൽ ഇതിനകത്ത് മൊത്തം കിടപ്പുണ്ട്, പോയി കാണുക. അപ്പോ രണ്ടാമത്തെ കേസിൽ അന്ന് ഈ ഒരു കേസ് വന്നപ്പോൾ ഞാൻ അങ്ങനെയൊന്നും ചെയ്തില്ല, ഇത് എന്നെ ആക്ഷേപിക്കാൻ വേണ്ടി എനിക്കെതിരെയുള്ള ഗൂഢാലോചനയാണ്, ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്ന് വാദിച്ച നമ്മുടെ പുന്നാര മോനായ ദിലീപ് എന്ത് ചെയ്തു, ഇതാരും കണ്ടുപിടിക്കില്ല എന്ന് കരുതി ഈ പറയുന്ന ബോംബെ കൊണ്ടുപോയി അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. 285 GB ആണ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞത്. ഇത് കൃത്യമായിട്ട് പോലീസ് ഇന്നലെ എന്തോ ആണ് അത് റിക്കവർ ചെയ്തെടുത്തത് എന്നാണ് ഈ പുള്ളി ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ ആ കേസിൽ നിന്ന് ഇപ്പോഴാണ് അത് റിക്കവർ ചെയ്തെടുത്തപ്പോൾ എന്താണ്, ഈ പറയുന്ന പോലീസുകാരനെ കൊല്ലാൻ വേണ്ടിയിട്ട് കൊട്ടേഷൻ കൊടുക്കുന്ന ശബ്ദരേഖ ഉൾപ്പെടെ അതിൽ നിന്ന് കിട്ടി എന്നാ പറയാം. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ശബ്ദരേഖ അതിൽ ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു കേസിൽ നിന്ന് യവൻ എന്ത് ചെയ്യില്ല, ഊരിപ്പോകാൻ ചാൻസ് ഇല്ല, ഉള്ളയിൽ കിടക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് എന്നാണ് പുള്ളി. ദൈവം എന്ന് പറയുന്ന ആള്, ദൈവം അങ്ങനെയൊന്നും വെറുതെ വിടൂല. ഭയങ്കര അഹങ്കരിച്ചു കൊണ്ട് വന്നെന്ന് പറഞ്ഞല്ലോ, അതിനൊക്കെ മറുപടി. എൻ്റെ ഒരു കൺസേൺ അല്ലെ, ഞാൻ ഈ പറയുന്ന നോക്കിക്കൊണ്ടിരിക്കുന്ന മറ്റൊന്നുമല്ല, ഈ പറയുന്ന 285 GB ഈ വോയിസിനകത്ത്, ഇവൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ വോയിസിനകത്ത് നടിയെ ആക്രമിച്ചുമായി ബന്ധപ്പെട്ട് ഗൂഢാലോചന നടത്തിയതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ എന്നുള്ളതാണ് നമുക്കിവിടെ അറിയാനുള്ളത്. അപ്പോൾ സുപ്രീം കോടതിയിലേക്ക് എന്താണ് നമ്മൾ അപ്പീൽ പോവാണ്. അപ്പോൾ ഇത് നിർണായകമാകും. അതാ പക്ഷെ ഉണ്ടെങ്കിൽ ഇവർ ഇത് പുറത്തു വിടത്തില്ല. മനസ്സിലായോ? അങ്ങനെ ഒരു സാധനമുണ്ട്, ഇപ്പൊ അവരത് പുറത്തു വിടത്തില്ല എന്നുള്ളതാണ്. അപ്പോ എന്തായാലും എൻ്റെ പൊന്ന് ദിലീപ്, നിനക്ക് 8ന്റെ പണി കിട്ടി കഴിഞ്ഞിരിക്കുന്നു. നീ ഈ ഒരു കേസിലെങ്കിലും നീ ഉള്ളയിലാവും എന്ന് മാത്രമല്ല, ദൈവം എന്നുണ്ടെങ്കിൽ ആ റിക്കവറി ചെയ്ത ആ വോയിസിനകത്ത് നീ കൊട്ടേഷൻ കൊടുക്കുന്ന, നീ ഈ പറയുന്ന ഈ നടിയെ ആക്രമിച്ച കേസുമായിട്ടുള്ളതിൽ കൊട്ടേഷൻ കൊടുത്ത സംഭവം അതിനകത്ത് കാണും.
എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അയ്യോ കുഞ്ഞുമാവ, കൊട്ടേഷൻ എന്തെന്ന് അറിയത്തില്ല, എനിക്കെതിരെയാണ് കൊട്ടേഷൻ കൊടുത്തത്, ഞാനൊരു ഭാവമാണ്, ഇവിടെയുള്ള എൻ്റെ മുൻ ഭാര്യയും കുറെ സംവിധായകന്മാരും മറ്റതും മറിച്ചതൊക്കെ ചേർന്നുകൊണ്ട് എന്നെ കുറ്റക്കാരനാക്കാൻ വേണ്ടിയിട്ട് കെട്ടിച്ചമച്ച പിന്നീട് കേസാണ് ഇത് എന്നൊക്കെ വലിയ വീരവാദം മുഴക്കിയ നീ തന്നെ മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥനെ കൊല്ലാൻ വേണ്ടിയിട്ട് കൊട്ടേഷൻ കൊടുക്കുക മാത്രമല്ല അതിനവർ അറ്റംപ്റ്റ് വരെ ചെയ്തു എന്ന് അതിനകത്ത് പറയുന്നത്. അതിനുള്ള ഡിജിറ്റൽ തെളിവുകളാണ് നിനക്ക് ഇപ്പൊ കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് ഇതിൽ നീ പെടുമോനെ. എത്രയൊക്കെ മറച്ചു വെച്ചാലും കള്ള എത്രയൊക്കെ മൂടി വെച്ചാലും ഒരു ദിവസം അതങ്ങ് പുറത്ത് വരും. ചിലപ്പം കുറെ കാലം കഴിയുമായിരിക്കും, ഒരു ദിവസം പുറത്ത് വരും. ആ പെണ്ണിന്റെ കണ്ണീരുണ്ടല്ലോ, ഈ പറയുന്ന ആ അതിജീവിതയുടെ കണ്ണീര്, ആ കണ്ണീരിന് നീ കണക്ക് പറഞ്ഞേ പറ്റുള്ളൂ. എൻ്റെ പൊന്നു ദിലീപ്, നീ അതിന് ഉത്തരം പറഞ്ഞേ പറ്റുള്ളൂ. നിങ്ങളുടെ അഭിപ്രായം മസ്റ്റായിട്ട് കമന്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നമുക്ക് വേണ്ടി കാണാം. ജയ് ഹിന്ദ്.